It's me, Shelya's from Good Design. അപ്പോൾ ഇത് പുതിയൊരു കളക്ഷൻ ആണ്. പുതിയ കളക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. ഇതിന്റെ ഈ ഒരു പീസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ചെറിയ ഡിസൈനിൽ വേരിയേഷൻ വന്നിട്ടുള്ളതാണ്. ഇതിന്റെ ഒരുപാട് നമ്മൾ വോളിയൂംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മസ്ലിൻ ജക്കോർഡാണ് മെറ്റീരിയൽ വരുന്നത്. എടുത്തവര് കമന്റ് ചെയ്യണം കേട്ടോ, എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പീസ് ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്. അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. DTDC അല്ലെങ്കിൽ പോസ്റ്റൽ സൗകര്യം ഉണ്ട്. ഓക്കെ ചെയ്ത് സെലക്ട് ചെയ്യുക. റീപ്ലേസ്മെന്റ് റീഫണ്ടിങ് പോലെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഓൾറെഡി ഇതിന്റെ പല വോളിയൂംസ് കാണിച്ചിട്ടുണ്ട്. ഇതും നമ്മൾ ഓൾറെഡി കാണിച്ചൊരു പീസ് തന്നെയാണ്. മീൻസ് അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ 4 കളേഴ്സ് ആണുള്ളത്. 4 നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സുകളാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, നല്ല ബ്രൈറ്റ് ആൻഡ് നല്ലൊരു ഭംഗിയുള്ള കളറുകളാണ്. പിന്നെ ഒരു ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പീസാണ്. നോർമൽ ആയാലും ഫംഗ്ഷൻ വെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക, കുത്തി തറക്കുന്ന വർക്ക് അങ്ങനെയൊന്നല്ല, പക്ഷെ കാണുമ്പോൾ തന്നെ ഭയങ്കര ക്ലാസി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ഒരു പീക്കോ ഗ്രീൻ കളറാണ്. എന്നാൽ പക്കാ പീക്കോ ഗ്രീനിലേക്കാണ് പോയിട്ടില്ല. ബ്ലൂ അല്ല, രണ്ടിനും ഇടയിലുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ബ്ലൂ കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കറക്റ്റ് ബ്ലൂ ആയിട്ടാണ് കാണുന്നത്. അങ്ങനെയല്ല, നല്ല അടിപൊളി ഒരു കളറാണ് കേട്ടോ. മസ്ലിൻ ജക്കോർഡാണ് മെറ്റീരിയൽ വരുന്നത്. അതിൽ ഫുള്ള് സെറി ഹൈലൈറ്റിങ്ങും ഷുഗർ ബീഡ്സും വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്തും കണ്ട ഫുൾ ബൂട്ടാസ് ആണ് വരുന്നത്. താഴെ ഒരു ബോർഡർ വരുന്നുണ്ട്. സെയിം തന്നെ ബാക്ക് പോർഷനിൽ എൻഡ് ഏരിയയിലായിട്ടും അതുപോലെ ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് പറയുന്നത് സ്ലീവിന്റെ ഏരിയയാണ്. സ്ലീവിന്റെ ഇതുപോലെ ഫുൾ സ്ലീവിനുള്ളത് ഉണ്ടായിരിക്കും. താഴേക്ക് ഇതുപോലെ ഒരു ബോർഡർ വരും കേട്ടോ. നല്ല പീസാണ്. നമുക്കൊരു 6XL വരെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ലെങ്ത് ആണെങ്കിൽ നമുക്കൊരു 50 ഒക്കെ ലെങ്ത് കിട്ടും കേട്ടോ. എന്തായാലും 48 ലെങ്ത് ഷുവർ ആണ് ടോപ്പിന്റെ ലെങ്ത്. അപ്പോൾ നല്ല സൈസും ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് സ്ലീവ് സെപ്പറേറ്റ് ആയ കാരണം നല്ല എക്സ്ട്രാ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു ക്യാൻവാസ് കോട്ടണിൽ വരുന്നൊരു ബോട്ടാണ്. ബോട്ടത്തിന്റെ എൻഡ് ഏരിയയിലായിട്ടൊരു ബോർഡർ വരുന്നുണ്ട്. ഞാനിത് ആംഗിൾ ലെങ്ത് ആണ് ചെയ്തത്. അപ്പോൾ ചെയ്തപ്പോൾ ഈ ഒരു ലെയർ ഞാൻ 2 ആക്കി കൊടുത്തിട്ട് ബോട്ടത്തിന് 2 പീസ് വെച്ചിട്ട്, അപ്പോൾ ഒന്നും കൂടെ വർക്ക് ഒന്നുകൂടെ വീതിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പ്യോർ ആയിട്ടുള്ള ചിനോൺ ഷിഫോണിൽ വരുന്ന ദുപ്പട്ടയാണ്. അതും കൂടെ വരുമ്പോൾ നല്ല സ്റ്റൈൽ. പ്രത്യേകിച്ച് ചിനോൺ ഷിഫോൺ ആകുമ്പോൾ ഒന്നും കൂടെ ഷൈനിങ് വരുന്നുണ്ട്. അതിൽ മൾട്ടി കളേർഡ് ആയിട്ടുള്ള പ്രിന്റ് വരുന്നതാണ് കേട്ടോ. പീകോക്ക് ഗ്രീനും അതുപോലെ തന്നെ നല്ലൊരു പിങ്ക് കളറൊക്കെ മിക്സ് ആയിട്ടുള്ള പീകോക്ക് ഗ്രീൻ ആണ്. എന്നാൽ പക്കാ ഗ്രീനിലേക്ക് പോയിട്ടില്ല. പീകോക്ക് ബ്ലൂവിൽ നിന്ന് വിട്ടിട്ടുണ്ട്. രണ്ടിന്റെ ഇടയിലുള്ളതാണ്. പക്ഷെ വീഡിയോ കാണുമ്പോൾ ബ്ലൂ കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയല്ല, നല്ല അടിപൊളി ഒരു കളറാണ് കേട്ടോ. സൂപ്പർ ഷെയ്ഡാണ്. അതാണ് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത്. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു യെല്ലോ കളറാണ്. അതും നമ്മളിപ്പോൾ യെല്ലോ ഒക്കെ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ബ്രൈറ്റ് കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത്ര ബ്രൈറ്റ് കളറായിട്ടുള്ള യെല്ലോസ് നമ്മൾ ഒന്നും തന്നെ കളിയാം. എന്നെ വരുന്ന എല്ലാ വീഡിയോസിനും വേണ്ടിയിട്ട് ഞാൻ പറയുക കേട്ടോ. ഒന്നും അങ്ങനെ ഓവർ ബ്രൈറ്റ് അല്ലെങ്കിൽ ഇതെന്താണ് എന്ത് യെല്ലോ എന്ന് പറയുന്ന ഒരു കളർ നമ്മളിവിടെ കാണിക്കാറില്ല. നമുക്ക് പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ, വീഡിയോയിൽ നിങ്ങൾ കാണുന്ന സമയത്ത് യെല്ലോ ഭയങ്കര ഡിഫറൻസ് വരുന്നുണ്ട്. ഭയങ്കര ബ്രൈറ്റ് യെല്ലോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി ഇങ്ങനെ പറഞ്ഞത്. സൂപ്പർ മെറ്റീരിയലാണ്. മസ്ലിൻ ജക്കാർഡിൽ വരുന്ന മെറ്റീരിയലാണ്. ഫുൾ ഓഫ് ബൂട്ടാസ് ആണ് കേട്ടോ. ഫുൾ സെറി വരുന്നത്. ഇതൊന്നും പ്രിന്റ് അല്ല. ചില ആളുകൾ ചോദിക്കാറുണ്ട് ഇതൊക്കെ പ്രിന്റ് ആണോ, വാഷ് ചെയ്താൽ പോവോ എന്നുള്ളത്. ഒന്നും തന്നെ പ്രിന്റ് അല്ല. അതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. വീവിങ് ആണ് വരുന്നത്. പക്ഷെ ഒന്നും തന്നെ ഭയങ്കരമായിട്ട് കുത്തിത്തറയ്ക്കുന്ന ഭയങ്കര സ്റ്റിഫായിട്ടുള്ള സെറി അല്ല കേട്ടോ. അതൊക്കെ നല്ല ഫൈൻ ആയിട്ടുള്ള സെറിയാണ്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ്. നമുക്ക് എന്താ ലൈനിങ് കിട്ടാൻ ചില ഡ്രസ്സുകളൊക്കെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഇങ്ങനെ കുത്തി തറച്ചിട്ട് അങ്ങനെയല്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആ മെറ്റീരിയലിന്റെ കിടപ്പ് കണ്ടറിയാലോ. ക്രേപ്പ് ലൈനിങ് ആണ് ബെസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ സ്ലീവ് വരുന്നതാണ്. ഫുൾ സ്ലീവിന് നമുക്ക് ഓക്കെ ആയിട്ട് മെറ്റീരിയൽ കിട്ടും. താഴേക്ക് ഒരു ബോർഡറും ഫുൾ ഒരു ലൈൻ ഇതും താഴേക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ കൂടെ വരുന്നതാണ്. 48 ഒക്കെ എന്തായാലും നമുക്ക് ലെങ്ത് കിട്ടും. ഞാൻ 49 ആണ് എൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത്. ഞാൻ ബാക്ക് പോർഷനിലേക്ക് ഒരു ജോയിന്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അറിയുന്നില്ല 49 ആണ് കേട്ടോ. എനിക്ക് 49 എനിക്ക് എക്സ്ട്രാ നല്ല സൈസ് ഉണ്ടെങ്കിലാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം. ലെങ്ത് കുറവുണ്ടാകുമ്പോൾ നമുക്ക് ഓൾറെഡി ഷോർട്ട് ആയിട്ടുള്ള ആളുകൾ ലെങ്തി ടോപ്പ് ഇടുമ്പോഴാണ് ഒന്നുകൂടെ ഹൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നല്ല യെല്ലോ കളറിൽ വരുന്നത്. നല്ല സൂപ്പർ ഒരു യെല്ലോ ആണ്. മസ്ലിൻ ജക്കാർഡാണ് മെറ്റീരിയൽ വരുന്നത്. ബോട്ടം വരുന്നത് നല്ല അടിപൊളി ആംഗിൾ ലെങ്ത് ഒക്കെ ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിൾ ആയ മെറ്റീരിയലാണ്. ക്യാൻവാസ് കോട്ടണിൽ വരുന്നത്. കുറച്ച് നല്ലൊരു ഷൈനിങ് വരുന്നത്. ഇത് ഓൾറെഡി ഒരു ഷൈനിങ് അല്ലെങ്കിൽ ഒരു സിൽക്കി മെറ്റീരിയൽ ആയതുകൊണ്ട് അതിനാണ് തന്നെ മാച്ചിങ് ആകുന്ന തരത്തിലാണ് ബോട്ടം ആയാലും അതുപോലെ തന്നെ ദുപ്പട്ട ആയാലും ചെയ്തിട്ടുള്ളത് കേട്ടോ. ദുപ്പട്ട എന്നുള്ളത് പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ചിന്നോൺ ആണ്. അപ്പോൾ യെല്ലോ, ഐവറി കളർ അതുപോലെ തന്നെ പിങ്ക് കളറൊക്കെ കൂടെ മിക്സിങ് ആയിട്ടുള്ള ഷെയ്ഡാണ്. സൂപ്പറാണ് കേട്ടോ. ശരിക്കും നിങ്ങൾ എന്തായാലും എടുക്കണം. കാരണം ഫംഗ്ഷൻ വെയറിനാണ് ശരിക്കും നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റം. പക്ഷെ ഫംഗ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് നോർമൽ എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പോലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ് വേറെ. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിൽ വരുന്നത്. ഞാൻ ഇട്ട സെയിം ഷെയ്ഡാണ്. പർപ്പിൾ കളറാണ്. അതിലേക്ക് പിങ്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ.
പിങ്ക് ഷെയ്ഡും കൂടെ മിക്സിംഗ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് വരുന്നത്. മസ്ലിൻ ജക്കോണാണ് മെറ്റീരിയൽ വരുന്നത്. ഫുൾ ബൂട്ടാസ് ആണ്. സെറി വീവിങ്സ് വരുന്നതാണ്. ഇതിൽ കണ്ടില്ലേ ഒരു ഹാൻഡ് വർക്കൊക്കെ വരുന്ന നോക്കിയൊക്കെ സെറി ഹാൻഡ് വർക്ക് വരുന്നുണ്ട്, ഷുഗർ ബീഡ് വരുന്നുണ്ട്, ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് വർക്ക് വരുന്നുണ്ട്. പിന്നെന്താ സ്ലീവ് എല്ലാത്തിനും ഒരേപോലത്തെ ഡിസൈനാണ്. സ്ട്രൈറ്റ് ഒരു സെൻറ്റർ പോർഷനിലേക്ക് ഒരു ലൈനും താഴേക്കൊരു റൗണ്ട് ഡിസൈനും ഒരു ബോർഡറും കൂടെ വരും. അങ്ങനെ വരുന്ന ഒരു അടിപൊളി പീസാണ്. നമുക്കൊരു 6XL 7XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റൂട്ടോ. അത്രയും സൈസ് ഉണ്ട്, കാരണം സ്ലീവ് സെപ്പറേറ്റ് ആണ്. ക്യാൻവാസ് കോട്ടണിൽ വരുന്നൊരു ബോട്ടാണ് വരുന്നത്. വിത്ത് ഒരു 1.5 ഇഞ്ചിൽ വരുന്നൊരു സെറി ബോർഡർ വരുന്നുണ്ട്. ഒരു ജക്കോട്ട് ഒരു മെറ്റീരിയൽ വീവ്സ് വരുന്നൊരു മെറ്റീരിയൽ വീവിങ്സ് വരുന്നൊരു മെറ്റീരിയലാണ്. പിന്നെ വരുന്നത് ദുപ്പട്ട ചിന്നോൺ ഷിഫോണാണ്. ഇതിൽ കാണുമ്പോൾ അത് വീഡിയോയിൽ കാണുമ്പോൾ ഷൈനിങ് ഉണ്ടല്ലോ അല്ലേ, ഒരു സിൽക്കി ഫീല് വരുന്ന മെറ്റീരിയലാണ്. ഫുൾ അതിനോട് മാച്ചിങ് ആയിട്ടുള്ള തന്നെയാണ്. പ്യുവർ അല്ലെങ്കിൽ പ്രീമിയം ക്വാളിറ്റി ആയിട്ട് ചിന്നോൺ ഷിഫോണാണ് ദുപ്പട്ട വരുന്നത്. അടിപൊളി പീസാണ് കേട്ടോ. നെക്സ്റ്റ് വന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ്. റാണി പിങ്കിലേക്ക് കോമ്പിനേഷൻ വരുന്നത് ഏതാ, യെല്ലോ കോമ്പിനേഷൻ വരുന്നതാട്ടോ. അപ്പോൾ സൂപ്പർ ഒരു പീസാണ്. നെക്ക് ലൈൻ ഇങ്ങനെയാണ് വരിക. നെക്കിലേക്ക് സെറി ലൈൻസിന്റെ ഹൈലൈറ്റിങ്ങും അതുപോലെ തന്നെ ഷുഗർ ബീഡ്സും വെച്ചിട്ട് കുറച്ച് നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം തന്നെ താഴേക്ക് 1 ഇഞ്ചിലൊരു 1.5 ഇഞ്ചിലൊരു ബോർഡർ വരുന്നത് സെറി. ഇത് നമ്മൾ കാണിച്ചിട്ടില്ല ശരിക്കും. അന്ന് കാണിച്ചതിൽ താഴേക്കും കൂടെ വർക്ക് ഇതേപോലത്തെ വീവ്സ് ആയിരുന്നു വന്നിരുന്നത്. വീവിങ്സ് വന്നിട്ടുള്ള വർക്കായിരുന്നു. പിന്നെ സ്ലീവ്സ് വരുന്നതാണ് ഇങ്ങനെ കേട്ടോ. സ്ലീവിൻ്റെ ഏരിയ ഫുൾ സ്ലീവ് കിട്ടുന്നതാണ്. ഒരു 7XL സൈസ് വരെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. നല്ല മെറ്റീരിയൽ ആണ്, അടിപൊളി ഒരു മെറ്റീരിയൽ ആണ്. നിങ്ങൾക്ക് അതിൽ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടായിരിക്കും. പിന്നെ ഇതാണ് ബോട്ടം വരുന്നത്. ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടാണ്. ദുപ്പട്ട വരുന്നത് പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ചിനോൺ ഷിഫോൺ. അതിൽ പിങ്ക് കളറിൽ റാണി പിങ്കിൽ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളറും ഐവറിയും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ, ഇത് ഭംഗി കാണാനായിട്ട് നല്ല രസമില്ലേ. അപ്പോൾ ഇഷ്ടമാവുന്നത് പെട്ടെന്ന് ആയിക്കോട്ടെ, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഡിസൈൻ വരാം. അതിലേക്കും ബൈ.